ഇനി നമുക്ക് KSRTC നിന്നുള്ള ഒരു സന്തോഷകരമായ വാർത്ത. ഇപ്പോൾ ശമ്പളവും നൽകുന്നതൊക്കെയായി ബന്ധപ്പെട്ട് SBയുമായിട്ടൊരു ധാരണയിലെത്തുന്നു. ഇനി അവർക്ക് ശമ്പളം കൃത്യസമയത്ത് കിട്ടുന്നൊക്കെ ഉള്ള സന്തോഷ വാർത്തയുണ്ട്. അതിനിടയിൽ ഈ ശമ്പളം മുടങ്ങുന്ന സമയത്ത് പോലും കുറച്ചുപേർ അവരുടെ നല്ല വഴിയിലൂടെ പോകുന്നതിനെക്കുറിച്ചാണ്. അതായത് പൂന്തോട്ടവും ചുവർ ചിത്രങ്ങളും ഒക്കെ ഒരുക്കുന്ന കുറച്ച് KSRTC ജീവനക്കാർ വയനാട്ടിലെ മാനന്തവാടി KSRTC ഡിപ്പോയെയാണ് ഇവരെങ്ങനെ മനോഹരമായി ഒരുക്കിയിരിക്കുന്നത്. KSRT എംപ്ലോയീസ് അസോസിയേഷനിലെ അംഗങ്ങളാണ് ഇങ്ങനൊരു മാറ്റത്തിന് പിന്നിൽ. CITU സംഘടനയായ KSRTEAയിലെ അംഗങ്ങളായ ജീവനക്കാരാണ് എൻ്റെ ഡിപ്പോ എൻ്റെ അഭിമാനം എന്ന പേരിൽ മാനന്തവാടി KSRTC ഡിപ്പോയിൽ സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. മാലിന്യമുക്ത നവകേരളം എന്ന സന്ദേശത്തിന്റെ ചുവടുപിടിച്ചാണ് ഡിപ്പോയിൽ പൂച്ചെടികളും ചുവർ ചിത്രങ്ങളും ഒരുക്കിയത്. വെൽഡിങ്ങും ലാൻഡ്സ്കേപ്പിംഗും ഉൾപ്പെടെയുള്ള ജോലികൾ ജീവനക്കാർ തന്നെ ഏറ്റെടുത്തു. ഡ്യൂട്ടി കഴിഞ്ഞുള്ള സമയവും രാത്രിയുമൊക്കെയാണ് ഇതിനായി മാറ്റിവെച്ചത്. വിരമിച്ചവരും അവധിയിലുമുള്ള ജീവനക്കാരുൾപ്പെടെ പ്രവർത്തനത്തിൽ പങ്കാളികളായി. ഇതിന്റെ പിന്നിൽ ഇവിടെയുള്ള ജീവനക്കാരാണ് നമ്മുടെ അസോസിയേഷന്റെ പ്രവർത്തകരുടെ കൈമൈ മറന്നുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് പൂർത്തീകരിക്കാനും വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇത് ഇന്ന് KSRTC മാനന്തവാടി ഡിപ്പോയ്ക്ക് സമർപ്പിക്കുന്നതായിരിക്കും. ഡിപ്പോയുടെ മുൻവശത്തും കോണിപ്പടികളിലുമെല്ലാം ചെടിച്ചട്ടികൾ സ്ഥാപിച്ചു. ഡിപ്പോയുടെ എല്ലാ ഭിത്തികളിലും ചുവർ ചിത്രങ്ങൾ ഒരുക്കാനാണ് പദ്ധതി. പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക ചെലവുകൾ ജീവനക്കാർ തന്നെയാണ് വഹിച്ചത്. മാതൃഭൂമി ന്യൂസ്, വയനാട്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളോട് കമൽ പറയും വയനാട്ടിൽ നിന്ന്. കമൽ, വളരെ നല്ല കാഴ്ചയാണ് അല്ലേ? അവർ സന്തോഷത്തോടെ KSRTC ജീവനക്കാർക്ക് ശമ്പളം കാര്യങ്ങളൊക്കെ കൃത്യമായി കിട്ടട്ടെ എന്നും കേരളത്തിലുള്ള എല്ലാവരും ഒരുപക്ഷെ ആഗ്രഹിക്കുന്നുണ്ടാവും. എന്തായാലും അത്തരം വിഷമങ്ങൾക്കിടയിൽ പോലും അവർ ഈ നല്ല ശ്രമങ്ങൾക്ക് മുതിരുന്നത് നല്ല കാര്യമാണ്. അത് മറ്റ് ഡിപ്പോകൾ മാതൃകയാകട്ടെ അല്ലേ? പഴയ കാലത്തൊക്കെ ഒരു KSRTC ഡിപ്പോയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ ഡിപ്പോയെക്കുറിച്ചുള്ള നമ്മുടെ ഓർമ്മകൾ എന്നൊക്കെ പറഞ്ഞാൽ മഞ്ഞ പെയിൻ്റ് അടിച്ച പഴയ ചുവരുകൾ, അതിൽ യൂണിയൻ്റെയൊക്കെ പോസ്റ്ററുകൾ, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ മാറിയിരിക്കുന്നു. മാനന്തവാടി KSRTC ഡിപ്പോയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ചുവരുകളിലൊക്കെ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നു. അതുപോലെ ചെടിച്ചട്ടികളാണ് ഡിപ്പോയുടെ മുൻവശത്തും. അതുപോലെ ഉള്ളിലേക്ക് കയറിയാൽ ഗോവണിപ്പടിയിലും ഒക്കെ ചെടിച്ചട്ടികളും അതിൽ പൂക്കളൊക്കെ വിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായ കാഴ്ചയാണ്. CITUവിൻ്റെ നേതൃത്വത്തിലുള്ള KSRT എംപ്ലോയീസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിലാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയത്. ഡ്രൈവർ ജ്ഞാനദാസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം ആളുകളാണ്, ഒരു കൂട്ടായ്മയാണ് ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തത്. എൻ്റെ ഡിപ്പോ എൻ്റെ അഭിമാനം എന്ന പേരിട്ട ആണ് അവർ ആ കൂട്ടായ്മ ഒരുമിച്ച് ചേർന്ന ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയത്. ലാൻഡ്സ്കേപ്പിങ്ങും അതുപോലെ ചട്ടികൾ ഒരുക്കലും മറ്റ് പ്രവൃത്തികളൊക്കെ ജീവനക്കാർ തന്നെയാണ് ചെയ്തത്. അതിനുള്ള സാമ്പത്തിക ചെലവുകളും അവർ തന്നെ വഹിച്ചു. ഡ്യൂട്ടി കഴിഞ്ഞുള്ള സമയത്തും രാത്രികാലത്തുമൊക്കെയാണ് ഇതിന് സമയം കണ്ടെത്തിയത്. സംസ്ഥാന സർക്കാരിൻ്റെ ശുചിത്വ മിഷൻ്റെ ക്യാമ്പയിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള സൗന്ദര്യവൽക്കരണ കാര്യങ്ങളൊക്കെ ഇവർ ഏറ്റെടുത്തത്. മാനന്തവാടിയിലെ KSRTC ഡിപ്പോ സ്ഥിതി ചെയ്യുന്നത് തന്നെ ആ മാനന്തവാടി പുഴയുടെ കരയിൽ മനോഹരമായൊരു പ്രദേശത്താണ്. അവിടെ ഇത്തവണ സംസ്ഥാന സർക്കാർ ബജറ്റിൽ ഈ ഡിപ്പോയുടെ നവീകരണത്തിന് 2 കോടി രൂപ നീക്കിവെച്ചിട്ടുമുണ്ട്. ആ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നതോടെ ഇതൊരു മുഴുവൻ സമയ അന്തർ സംസ്ഥാന ബസ് സ്റ്റേഷനായി മാറുമെന്നാണ് പറയുന്നത്. അതിനൊരു മുതൽക്കൂട്ടുകൂടി ആകും ഇപ്പോഴത്തെ ജീവനക്കാരുടെ ഈ പ്രവർത്തനം എന്നതിൽ സംശയമില്ല. നമുക്കറിയാം KSRTC ജീവനക്കാർ കുറച്ച് നാളുകളായി പലപ്പോഴും പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ശമ്പളം വൈകുന്നു, 2 ഗഡുക്കളായി കിട്ടുന്നു. ഇപ്പോൾ ഇന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട് എല്ലാ 1-ാം തീയതിയും ശമ്പളം കൊടുക്കുമെന്ന്. എങ്കിലും മറ്റ് ആനുകൂല്യങ്ങളൊക്കെ അവർക്ക് ലഭിക്കാതെയൊക്കെ കുറേ കാലങ്ങളായി. അത്തരമൊരു പ്രതിസന്ധിക്കിടയിൽ ആ മാറ്റങ്ങൾ നല്ല നിലയിൽ മാറട്ടെ. ഈ ഡിപ്പോയുടെ ആ നല്ല കാഴ്ച അത് തുടരണം. നമുക്ക് ഒരു പ്രശ്നമുണ്ട്, നമ്മളെല്ലാം ഇങ്ങനെ ഉണ്ടാക്കും, പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ പലപ്പോഴും വലിയ വീഴ്ച ഉണ്ടാകാറുണ്ട്. എന്തായാലും ജീവനക്കാർ അതിൽ കൂടി ശ്രദ്ധിക്കും. അതെന്നും അങ്ങനെ തിളങ്ങി നിൽക്കുന്ന ഒരു ഡിപ്പോയായി മാറട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ശരി കമൽ.